മനുഷ്യന്റെ ജീവൻ കാക്കാൻ അവർക്ക് ആരോഗ്യകരമായ ജീവിതം ലഭിക്കാൻ കണ്ണും കാതും തുറന്നിരിക്കേണ്ടവരാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. എന്നാൽ ഇന്ന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുകയാണോ എന്ന സംശയം ഉയരുകയാണ്. ഒരു കാലത്ത് കേരളത്തിൽ അപൂർവ രോഗം എന്ന ഗണത്തിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അമീബിക് മെനഞ്ചൈറ്റിസ്. പലതരം മെനഞ്ചൈറ്റിസ് വൈറസുകളെയും ബാക്ടീരിയകളെയും പിടിച്ചുകെട്ടിയ കേരളത്തിന് പക്ഷേ അമീബിക് മെനഞ്ചൈറ്റിസിനെതിരെ കാര്യമായ പ്രതിരോധം തീർക്കാനാകുന്നില്ല. അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിൽ കേരള ആരോഗ്യ വകുപ്പ് തികഞ്ഞ പരാജയമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. കേരള ആരോഗ്യ വകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ ഉദ്ധരിച്ചാണ് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടി വരുന്നത്. കേരളത്തിലെ മരണനിരക്കിനെ രാജ്യത്തെ മരണനിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യ വകുപ്പ് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും കേരളത്തിൽ ഇതുവരെ രോഗം ബാധിച്ചവരിൽ 1/4 പേരും ഈ വർഷം ഇതുവരെ മാത്രം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത അതേപടി നിൽക്കുകയാണ്. കേരളം പുറത്തുവിട്ട കണക്കുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട പുതുക്കിയ കണക്ക് പ്രകാരം ഇതുവരെ മരിച്ചത് 17 പേരാണ്. ഇതുവരെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത് 2 പേർ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് എന്നായിരുന്നു. അപ്പോഴെല്ലാം മറ്റു മരണങ്ങൾ സംശയ പട്ടികയിലായിരുന്നു. മറ്റ് 15 പേരുടെയും മരണം രോഗം ബാധിച്ചെന്ന് സംശയിക്കുന്നവരുടെ ഗണത്തിലാണ് സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് സാരം. യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറായിരുന്നില്ല. ഈ വർഷം മരിച്ച 17 പേരിൽ 7 പേരും മരിച്ചത് ഈ മാസം ആണ് എന്ന് കൂടി അറിയുമ്പോഴാണ് ആശങ്കയുടെ ആഴം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കണക്കുകൾ പ്രകാരം 66 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചിട്ടുള്ളത്. അതായത് 66-ൽ 17 മരണം എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ് അർത്ഥം. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര ലാഘവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കാര്യങ്ങളെ കണ്ടത് എന്ന്. ഇക്കാലത്തിനിടെ ഇപ്പോൾ മാത്രമാണ് മരണനിരക്ക് കൃത്യമായി പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നത് പോലും. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന താരതമ്യേന അപകടകാരിയായ രോഗത്തിന് കാര്യമായ പരിഗണന നൽകാതിരുന്നതാണ് രോഗത്തെ ഇത്ര കണ്ട് ഗുരുതരമാക്കിയത്. മുൻ വർഷങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും വേണ്ടത്ര ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകാതിരുന്നതിന്റെ വീഴ്ചയുടെ ഫലമാണ് ഇത്ര ഗുരുതരമായ സ്ഥിതിയിലേക്ക് ഈ രോഗത്തെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കഴിഞ്ഞ വർഷങ്ങളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ എങ്ങനെ പിടിച്ചുകെട്ടാം എന്ന് ആരോഗ്യവകുപ്പ് ചിന്തിക്കാതിരുന്നതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ ഈ ഗുരുതരമായ അവസ്ഥ. മുൻപും ഈ രോഗം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴും രോഗത്തെ ഗൗരവത്തിലെടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല എന്ന വിമർശനം ശക്തമാണ്. കാര്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശമോ പ്രതിരോധ നടപടിയോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ആരോഗ്യമന്ത്രിയാകട്ടെ അനങ്ങാപ്പാറ നയവും സ്വീകരിച്ചു. ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തോ മറ്റോ അല്ല. ആരോഗ്യത്തിന്റെ കേരള മോഡൽ എന്ന് പുകൾപെറ്റ കേരളത്തിലാണ് ഈ സാഹചര്യമെന്ന് ഓർക്കണം. വീണ ജോർജ് മന്ത്രിയായ ശേഷമാണ് സ്ഥിതിഗതികൾ ഇത്ര കണ്ട് വഷളാക്കിയത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷവും കേരളത്തിൽ 5 വയസ്സുകാരി അടക്കം രോഗം ബാധിച്ച് മരിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത്തവണ ആദ്യം മരിച്ചത് 7 വയസ്സുള്ള പെൺകുട്ടിയാണ്. തുടർച്ചയായ വർഷങ്ങളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ പോകുന്നത് ആരോഗ്യവകുപ്പിന്റെയും സിസ്റ്റത്തിന് നേതൃത്വം നൽകുന്ന മന്ത്രിയുടെയും പരാജയമല്ലാതെ മറ്റെന്താണ്? മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം വരുന്നത് എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗം ബാധിക്കുന്നു എന്ന കണ്ടെത്തൽ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ പഠനം വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ജലസമൃദ്ധമായതാണത്രേ രോഗബാധിതർ കൂടാനുള്ള കാരണം. എന്ത് തന്നെയായാലും പ്രതിരോധത്തിനും പഠനത്തിനും ഫലപ്രദമായ ഏകോപനമില്ലാത്തത് തന്നെയാണ് രോഗബാധയുടെ നിരക്കും മരണനിരക്കും കൂടാൻ കാരണമെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. കണക്കുകൾ പ്രകാരം 1971 മുതൽ ഇന്ത്യ ഒട്ടാകെ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളതും. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 2 വർഷത്തിനിടെ 51 പേർക്ക് രോഗം ബാധിക്കുകയും 6 പേർ മരിക്കുകയുമുണ്ടായി. രാജ്യാന്തര മരണനിരക്ക് 97% എന്നിരിക്കെ കേരളത്തിൽ ഇത് 24% നിയന്ത്രിക്കാനായത് വലിയ നേട്ടമായി സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. വാദത്തിനു വേണ്ടി ഇത് സമ്മതിച്ചാൽ പോലും രോഗ ഉറവിടം കണ്ടുപിടിക്കുന്നതിൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ ആരോഗ്യവകുപ്പും അതിന്റെ മന്ത്രിയും പരാജയമെന്ന വസ്തുത മറയ്ക്കപ്പെടുന്നില്ല. മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്നതിലല്ല, രോഗ ഉറവിടം കണ്ടെത്തി പ്രതിരോധിക്കുന്നതിലാണ് വിജയിക്കേണ്ടത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒരിക്കലും അമീബിക് മസ്തിഷ്ക ജ്വരം പകരില്ല.
വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുകയും ചെയ്യും. അതുകൊണ്ട് അമീബ ശരീരത്തിൽ എത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന വിശദമായ മാർഗനിർദ്ദേശം തയ്യാറാക്കുകയാണ് വേണ്ടത്. അതനുസരിച്ച് ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് രോഗം വരാതെ കാക്കാനുള്ള മുൻകരുതലുകളും നടപടികളുമാണ് വേണ്ടത്. മന്ത്രി വീണ ജോർജ്, ഇതിനേക്കാൾ മാരകമായ മരണനിരക്ക് കൂടുതലുള്ള പല വൈറസുകളെയും പിടിച്ചുകെട്ടിയ പാരമ്പര്യമുള്ള ആരോഗ്യ വകുപ്പാണ് കേരളത്തിലേത്. ആ കേരളത്തിലാണ് ഇത്ര വർഷമായിട്ടും ഒരു അമീബിക് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തി അതിനെ പ്രതിരോധിക്കാൻ പാടുപെടുന്നത്. നിപ്പ പോലുള്ള മാരക വൈറസിനെ പടരും മുൻപ് കുപ്പിയിലാക്കിയ കേരളത്തിലെ ആരോഗ്യ വകുപ്പാണ് ഇങ്ങനെ ഒരു രോഗാണുവിനെ കണ്ടെത്താൻ പറ്റാതെ തപ്പി നടക്കുന്നത് എന്ന് കാണുമ്പോൾ ഒന്നു മാത്രമേ പറയാൻ പറ്റൂ: ലജ്ജ തോന്നുന്നു. എവിടെ കൊട്ടിഘോഷിച്ച ആ നമ്പർ 1 ആരോഗ്യ കേരളം?